ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു സവാള കൊത്തിയരിഞ്ഞത്, ചെറുതായി കൊത്തിയരിഞ്ഞത് നമ്മൾക്കിട്ടത് വഴറ്റിയെടുക്കണം. കുറച്ച് വഴന്ന് വന്ന ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് അതൊന്നുകൂടി വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ ഉണക്കമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വേണം വഴറ്റിയെടുക്കാൻ. നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തത് നമ്മൾക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് പുഴുങ്ങിയത്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് മല്ലിയിലയിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് ആട്ട എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന അളവിൽ നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്ത ശേഷം നമ്മൾക്ക് ഈ കൂട്ട് അതിൽ പുറമെ പകുതി വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾക്കത് മടക്കി നന്നായിട്ട് സൈഡെല്ലാം ഒട്ടിച്ചെടുക്കണം. സൈഡെല്ലാം നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ച ശേഷം നമ്മൾക്കത് നീളത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓരോന്നും നമ്മൾ മുറിച്ച് ഈ ഷേപ്പിലെടുത്ത ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ, ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത്, ചെറുതീയിൽ നമ്മൾക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.